got a house and a garden. I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബുക്സ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ബുക്സും ബുക്ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ത്രൂ ഞാൻ വാങ്ങിച്ചതാണ്. അവർക്ക് ഇൻസ്റ്റഗ്രാമിലും പേജുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്വാളിറ്റി, ബുക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ല പക്ക അടിപൊളി ക്വാളിറ്റിയാണ്. ഇനിയിപ്പോൾ പേജസ് ആണെങ്കിലും കവർ പേജ് ആണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ബുക്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒക്കെ പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങും അവരുടെ അടുത്ത് ഉണ്ട് കേട്ടോ. പിന്നെ മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും എല്ലാ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ടല്ലോ, എല്ലാം ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനെപ്പോഴും ഇവരുടെ അടുത്ത് തന്നെയാണ് ബുക്സ് വാങ്ങാറ്. ഷോപ്പിൽ പോയി വാങ്ങൽ ഞാൻ പൊതുവേ കുറവാണ്. അധികം ഞാൻ ബുക്ക്യാരി ത്രൂ ആണ്. എൻ്റെ അടുത്തുള്ള ഒരു 98% ബുക്സും ഞാൻ ബുക്ക്യാരിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കാരണം അവരുടെ ക്വാളിറ്റി ആണെങ്കിലും ഇനി അതുപോലെ തന്നെ കൊറിയർ ആണെങ്കിലൊക്കെ നല്ല ഒരു ഡാമേജ് പോലും ഒരു ബുക്സിനും ഉണ്ടാവില്ല. അത്രയ്ക്ക് പക്കയായിട്ടാണ് അവരുടെ ഷിപ്പിംഗ് ആണെങ്കിലും ബുക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ്. സോ ഞാൻ കൂടുതൽ ബുക്സും വാങ്ങിക്കാറ് ബുക്ക്യാരി ത്രൂ ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഏതൊക്കെ ബുക്സാണ് ഇതിലുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് 3 ഫ്രീബീസ് അവരിതിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഒരു സ്റ്റിക്കറാണ്. 2 സ്റ്റിക്കേഴ്സ് ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള 2 സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് പ്ലാനറിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ നല്ല ഭംഗിയുള്ള 2 സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബുക്ക് മാർക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബുക്ക് മാർക്കാണ് കേട്ടോ. നെവർ സ്റ്റോപ്പ് റീഡിംഗ് എന്നാണ് അതിൽ റൈറ്റിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബുക്സിൽ വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് സീക്രട്ട് റൊമാൻസ് ആണ്, VJDയുടെ സീക്രട്ട് റൊമാൻസ്. പിന്നെ ബിബിൻ തോമസ് എഴുതിയിട്ടുള്ള ആൽബർട്രോസ് എന്ന് പറയുന്ന ബുക്കാണ്. ഇത് ഞാൻ ഒരുപാട് ഷോപ്പിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടെയും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ വേഗം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ വരുന്നത് ഡിയർ നീരജ്, ഇത് എഴുതിയിട്ടുള്ളത് ജയലക്ഷ്മി ശ്രീനിവാസനാണ്. അതുപോലെ തന്നെ ഈ എല്ലാ ബുക്സിൻ്റെയും കവർ പേജസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ശ്യാംസ് റായുടെ കടസി അതിഥി, ഇത് ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ് കേട്ടോ, കടസി അതിഥി. പിന്നെ വരുന്നത് നയന വൈദേഹിയുടെ ഭ്രാന്തിൻ്റെ നിറം. ഇതൊരു ടൈമിൽ ഞാൻ ഒരുപാട് പേര് റീൽസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇതും ഞാൻ വേഗം കാർട്ടിലിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ്. പിന്നെ വരുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഞാൻ ഓൾറെഡി വായിച്ചതാണ്. നല്ല അടിപൊളി റൈറ്റിംഗ് ആണ് നിംന വിജയുടെ. അതുപോലെ തന്നെ നിംന വിജയുടെ ബാക്കി 1-2 ബുക്സ് ഉണ്ട്, അതും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വേഗം ഞാൻ ഇതും ഓർഡർ ചെയ്തു. പിന്നെ വരുന്നതാണ് ലാസ്റ്റ് വൺ, അഹലീമ, മുഹമ്മദ് അബ്ബാസിൻ്റെ. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഹമ്മദ് അബ്ബാസിൻ്റെ റൈറ്റിങ്സും ബുക്സൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല മൂപ്പരുടെ ബുക്സ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വേഗം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു, എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ബുക്സാണ് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ ഞാൻ ചാനലിൽ ഇടാം വായിച്ചിട്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ബുക്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ജേർണലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ വീഡിയോസ് ഇടാനും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു ബിഗിനറാണ്, അതിൻ്റെ പല പോരായ്മകളും നമ്മുടെ വീഡിയോസിൽ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊക്കെ അറിയിക്കാം കേട്ടോ. താങ്ക് യു.